എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് ക്യാരറ്റ് ഐസ്ക്രീമാണ്. അതിലേക്ക് ക്യാരറ്റ് 3 വിസിൽ കേൾപ്പിച്ച് വേവിച്ചെടുത്ത ക്യാരറ്റാണിത്. 1 കപ്പ് അരിപ്പൊടി, മിൽക്ക് മെയ്ഡ്, പാല്, ഇത്രയും സാധനം വെച്ച് ഐസ്ക്രീം എങ്ങനെ തയ്യാറാക്കണമെന്ന് നോക്കാം. ഇതിലേക്ക് ആദ്യം വറുത്ത അരിപ്പൊടിയാണ്. പത്തിരിയുടെ പാകത്തിനുള്ള നൈസ് പൊടി ആയിരിക്കണം. അതിലേക്ക് ഇട്ടിട്ട് പാലൊഴിച്ച് മിക്സിയിൽ അടിച്ചെടുക്കും. പാലും അരിപ്പൊടിയും കൂടി നല്ല പോലെ അരച്ചെടുത്തതാണ്. ഇത് പാത്രം ചൂടാവരുത്. ചൂടാവാതെ നമ്മൾ ഒഴിച്ചതിന് ശേഷമേ കത്തിക്കാൻ പാടുള്ളൂ. ഇത് നല്ലപോലെ ഇങ്ങനെ ഇളക്കി ഇരിക്കണം. അടി പിടിക്കരുത്. അലുമിനിയം പാത്രം ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് അടി പിടിക്കും. നല്ലപോലെ ഇളക്കി കൊടുത്ത് വെള്ളമൊക്കെ വറ്റിച്ചെടുക്കണം. നേരിയ തീയിൽ വെച്ചിട്ട് വേണം കുറുക്കിയെടുക്കാൻ. ഐസ്ക്രീമിനുള്ള പാലും പൊടികളൊക്കെ നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. അലൂമിനിയം പാത്രം ആയതുകൊണ്ട് അടി പിടിക്കും. നല്ലപോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇത് നമുക്ക് ഓഫ് ചെയ്യാം. ക്യാരറ്റ് നമുക്കൊന്ന് ജ്യൂസ് അടിച്ചെടുക്കണം. അതിലേക്ക് 2 സ്പൂണ് പഞ്ചസാര, കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് അടിച്ചെടുക്കുക. നമ്മൾ പൊടിയൊക്കെ നല്ല പോലെ കട്ട പോലെ വന്നിട്ടുണ്ട്. ഇതേ രൂപത്തിൽ നമുക്ക് നല്ല കുറുക്കിയെടുക്കണം. ഇനി അതിലേക്ക് അടിച്ച് വെച്ച ക്യാരറ്റ് ഒഴിച്ച് കൊടുക്കാം. ഒരു 3 സ്പൂണ് മിൽക്ക് മെയ്ഡ് ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. മധുരം ആവശ്യമുള്ളവർ ആവശ്യത്തിനനുസരിച്ച് പഞ്ചസാര, മിൽക്ക് മെയ്ഡ് എന്ത് വേണമെങ്കിലും ഉപയോഗിക്കാം. മിൽക്ക് മെയ്ഡ് ഇല്ലെങ്കിലും കുഴപ്പമില്ല, പഞ്ചസാര എടുത്താൽ മതി. തീ കത്തിക്കുന്നതിന് മുമ്പ് നമ്മുടെ അരിപ്പൊടി ആക്കി വെച്ചതും ക്യാരറ്റ് ജ്യൂസും മിൽക്ക് മെയ്ഡ് എല്ലാം കൂടി നല്ലപോലെ യോജിപ്പിച്ച് എടുക്കുക. അതിന് ശേഷമേ അടുപ്പ് കത്തിക്കാൻ പാടുള്ളൂ. ക്യാരറ്റും പൊടിയും എല്ലാം കൂടി മിക്സ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് തീ കത്തിച്ച് നോക്കാം. കത്തിച്ച് ഇളക്കി കൊടുക്കാം. നമ്മൾ ഐസ്ക്രീമിൻ്റെ ഒക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇനി കുറച്ച് കട്ടയുണ്ട്, അത് കുഴപ്പമില്ല, മിക്സിയിലിട്ട് അടിച്ചെടുക്കാനുള്ളതാണ്. ഇനി നമുക്കത് തീ ഓഫ് ചെയ്ത് ചൂടാറാൻ വെക്കാം. ഐസ്ക്രീമിന് തയ്യാറാക്കി വെച്ചതെല്ലാം ചൂടാറിയിട്ടുണ്ട്. ഇത് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുക്കണം. മൂടി വെച്ച് നമുക്ക് ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചെടുക്കാം. ഒരു 1.5 മണിക്കൂർ തണുപ്പിക്കാൻ വെക്കണം. ഇനി നമുക്കിതൊന്ന് എടുത്ത് നോക്കാം. നല്ലപോലെ ഇതൊന്നുകൂടി മിക്സിയിലിട്ട് അടിച്ചെടുക്കണം. അപ്പോൾ അതിലേക്ക് നമുക്ക് മിക്സിയിലേക്ക് മാറ്റാം. നല്ല സ്മൂത്തായി അടിഞ്ഞ് വന്നിട്ടുണ്ട്. ഇതേപോലെ രണ്ടാമതെടുത്ത് അടിച്ച് ഒന്നും കൂടി ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിച്ചെടുക്കണം. ഒരു 2 മണിക്കൂർ നേരം ഫ്രിഡ്ജിൽ വെച്ച് നല്ലപോലെ തണുപ്പിക്കണം. നമുക്കതൊന്ന് ഫ്രീസർ തുറന്ന് നോക്കി ഐസ്ക്രീം ശരിയായാന്ന് നോക്കാം. ഐസ്ക്രീം റെഡി ആയാന്ന് തുറന്ന് നോക്കാം. നല്ലപോലെ ഐസ്ക്രീം റെഡി ആയിട്ടുണ്ട്. ഒരു കയ്യിൽ വെച്ചിട്ട് നമുക്ക്